ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു മോർണിംഗ് റൂട്ടീൻ കാണാം കേട്ടോ. ഈ റൂട്ടീൻ മുഴുവനായിട്ടില്ല, അവസാനമായപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് നേരം ഉണ്ടായില്ല. കുട്ടികൾക്ക് ഇങ്ങനെ വണ്ടിയൊക്കെ വരാനായതുകൊണ്ട് പിന്നെ ഞാൻ നിർത്തിയിട്ടോ. അവർ ചായ കുടിക്കുന്ന വരെയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോറ് കുക്കറിലാണ് ഇട്ട് വെക്കുക. അപ്പോൾ കുക്കറിൽ അരി കഴുകിയിട്ടിട്ടോ അത് വാർക്കാനുള്ള വെള്ളം ഒരു ചെമ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടുപൊടി നനയ്ക്കാൻ പോവുകയാണ്. ഇന്ന് പുട്ടാണ്. അപ്പോൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ആ പൊടിയിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ്. അപ്പം ഇതിപ്പോൾ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവും. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഒന്നുകൂടെ നനച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കുക. എന്താ പുട്ടും പൊടി അങ്ങനെ നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്നാൽ മുരിങ്ങക്കായും പരിപ്പും കൂടി കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം പരിപ്പും മുരിങ്ങക്കായും 2 തക്കാളിയും ഒരു പച്ചമുളകും ഒക്കെ എടുത്തിട്ടോ. പിന്നെ പരിപ്പ് ആദ്യം കഴുകിയിട്ട് വേവിക്കാൻ വെച്ച് പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം പരിപ്പ് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാടൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഉച്ചത്തേക്ക് മാത്രം മതി. വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയും കറിയാണ്, അപ്പോൾ അതുകൊണ്ട് ഉച്ചത്തേക്ക് മാത്രം മതി കേട്ടോ. പിന്നെ കണ്ടോ, ഈ പുട്ടുംപൊടി നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ കുഴച്ചെടുക്കാൻ തന്നെ ഭയങ്കര പാടാണ്. അങ്ങനെ അത് നല്ലോണം കട്ടയൊക്കെ പൊടിച്ചിട്ട് വീണ്ടും കുറച്ചുകൂടെ വെള്ളമൊക്കെ തളിച്ചിട്ട് അതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്നാലും പിന്നെയും ഡ്രൈ ആവും. പിന്നെ നമ്മൾ ചുടുന്നതിനനുസരിച്ച് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വേണം തോന്നുകയാണെങ്കിൽ വെള്ളം ഒന്ന് തളിച്ചിട്ട് വീണ്ടും നമുക്ക് അതിനനുസരിച്ച് നനച്ച് കൊടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഒരടുപ്പത്ത് ചായ ആയും കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പുട്ടിന് കുക്കറിൽ വെച്ചിട്ടുണ്ട്. കുക്കറാണ് കേട്ടോ പുട്ടും കുറ്റി വെക്കാനുള്ളത്. പുട്ടും തൂക്കില്ല. അങ്ങനെ ചായ തിളച്ചു. ചായയിൽ പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി. പിന്നെ ഒരു ഭാഗത്ത് ഞാൻ തേങ്ങ ചിരകുന്നുണ്ട് കേട്ടോ, എന്നാലല്ലേ പുട്ട് ഇതാവുള്ളൂ. ചോറിൻ്റെ വിസിൽ വന്നു. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്ത് അതിൽ വെളിച്ചെണ്ണയും കടുകൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചായ സെറ്റാക്കി കൂട്ടി വെച്ചു കേട്ടോ. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് കുഴച്ച് വെക്കും കേട്ടോ. മറ്റേത് ഈ വെളിച്ചെണ്ണയും കടുകും ഇതൊക്കെ ഇട്ടിട്ട് അന്നേരം കുഴയ്ക്കുമ്പോൾ എനിക്കെന്തോ അതൊരു സെറ്റാവാത്ത മാതിരിയാണ്, ഉപ്പ് എല്ലായിടത്തും പിടിക്കാത്ത മാതിരിയാണ് തോന്നുന്നത്. അപ്പം ഞാൻ ആദ്യമേ ഉപ്പിട്ടിട്ടൊന്ന് തിരുമ്മി വെക്കും. പിന്നെ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് നേരിട്ടിടും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ പുട്ട് ചൂടാൻ തുടങ്ങി കേട്ടോ. പുട്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറ്റിയിൽ പൊടിയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ സെറ്റ് ചെയ്ത് 3 ലെയർ സെറ്റാക്കിയിട്ട് കുക്കറിൻ്റെ മേലേക്ക് വെച്ചു കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് ബീട്രൂട്ട് ഉപ്പേരി ആയിട്ടുണ്ട്. അതിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ആവശ്യത്തിന് കരിവേപ്പിൻ്റെ ഇല ഇട്ടു. അതങ്ങോട്ട് പാത്രം മാറ്റി എടുത്ത് വെച്ചു കേട്ടോ. അത് മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കരിവേപ്പിൻ്റെ ഇല ഇട്ടു. പിന്നെ നമ്മൾ ചെയ്തത് എന്താ വെച്ചാൽ നമ്മുടെ മുരിങ്ങക്കായും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചത് പരിപ്പിലേക്ക് ഇട്ടു. 1 സ്പൂണ് മുളക് പൊടിയും ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടോ. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചിട്ടില്ല, കുറച്ച് വെള്ളം തന്നെയാണ് ഉള്ളത്. ആ വെള്ളം തന്നെ മതിയെന്ന് വിചാരിച്ചു. ഒരുപാട് കറീൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ അത് അടച്ചവിടെ സെറ്റ് ചെയ്തു. അതിൻ്റെ ഇടയിൽ പുട്ടൊക്കെ ആയി പാത്രത്തിലേക്ക് മാറ്റി. അങ്ങനെ അതൊരു ഭാഗത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ചോറ് വറുക്കുക. കുക്കർ തുറന്ന് അതിൽ ചൂടുള്ള ചോറ് ചെമ്പിലേക്ക് നമ്മൾ കുറേശ്ശെ ഇട്ടിടും. ഇതിലേക്ക് നമ്മൾ എപ്പോഴും ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ, തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ അത് രണ്ടും മിക്സ് ചെയ്തിട്ട് അത് വാർക്കാൻ വേണ്ടി വെച്ച് ഞങ്ങൾ വാർക്കാറാണ് കേട്ടോ. ഇതാണ് എളുപ്പം. പിന്നെ കറിയിലേക്കുള്ള തേങ്ങ അരയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങയും ചെറിയുള്ളിയും ജീരകവും അങ്ങനെ ഒരു അടുപ്പത്തേക്ക് വറവിന് വെച്ചിട്ടുണ്ട്. കടുകും വറ്റൽമുളകും കൂടി വറവിടും. കറിയിലേക്ക് തേങ്ങ ഒഴിച്ച് ആവശ്യത്തിന് കരിവേപ്പിൻ്റെ ഇല ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതും ഫുള്ള് തീർന്നിട്ടൊന്നുമില്ല. പിന്നെ അടിക്കലും തുടയ്ക്കലായിട്ട് കുറച്ച് പണിയുണ്ട്. അത് മക്കൾ പോയിട്ട് അടണ്ടോ ചെയ്യാം. അതായത് മോനെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കുക ചെയ്യാം. മോള് പോയി ഏട്ടനും പോയി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാം. വാഷിംഗ് മെഷീനിൽ തിരുമ്പാൻ ഇതിൻ്റെ ഇടയിൽ ഇട്ടു കേട്ടോ. അങ്ങനെ പിന്നെ ഇതിൽ വലിയ ടാസ്ക് എന്താ വെച്ചാൽ 3 പാത്രത്തിലും ചോറാക്കണം. അത് വലിയൊരു ടാസ്ക്കാണ്. പിന്നെ മോള് ഒറ്റയ്ക്ക് കഴിക്കാറുണ്ട്. ഓള് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ.